2 വർഷത്തോളമായി കുടിവെള്ളത്തിനു വേണ്ടി പോരാടുകയാണ് പന്താരങ്ങാടി പള്ളിപ്പടിയിലെ കുടുംബങ്ങൾ. ആശുപത്രിയിലെ മാലിന്യം വീടുകളിലെ കിണറുകളിലേക്ക് എത്തുന്നതോടെ കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ദുരിതത്തിൽ അധികൃതർ മുഖം തിരിച്ചതോടെ പോരാട്ടങ്ങൾ തുടർന്നിട്ടും കയ്യെത്താ ദൂരത്തിലാണ് ഇവർക്ക് നീതി. പന്താരങ്ങാടി പള്ളിപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരുണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കെതിരെയാണ് പ്രദേശവാസികളുടെ പരാതി. ആശുപത്രിയിലെ മാലിന്യം കിണറുകളിലേക്ക് ഒഴുകിയെത്തിയതിനെ തുടർന്ന് ദുരിതത്തിലായത് 30ഓളം കുടുംബങ്ങൾ. പ്രാഥമിക ആവശ്യത്തിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. തിരൂരങ്ങാടി നഗരസഭയിലെ പന്താരങ്ങാടി പള്ളിപ്പടിയിലെ കുടുംബങ്ങളാണ് 2 വർഷത്തോളമായി ദുരിതമനുഭവിക്കുന്നത്. കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതായതോടെ കിണർ മൂടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. പേരിനൊരു കിണർ വീട്ടുമുറ്റത്തുണ്ടായിട്ട് എന്തു കാര്യമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കിണറിലെ വെള്ളം മൂലം അലർജിയും ചൊറിയും മുടികൊഴിച്ചിലും അടക്കം വരുന്നതായും പരാതിയുണ്ട്. ഞങ്ങൾ കുറെ സമരം ചെയ്ത് മുനിസിപ്പാലിറ്റിയോട് പലവട്ടം പരാതി പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല. ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കണം, ഓലൊന്ന് അനുഭവിച്ച് നോക്കണം. ഈ ഹോസ്പിറ്റലിലുള്ള ഈ ഷാവുൽ ഹമീദ് പറഞ്ഞ ആള് ഞങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് ഒരു കുപ്പി വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമരത്തൊന്ന് പിന്മാറിക്കോളാം. കുടിക്കൂല, ആരും കുടിക്കൂല. ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു നോക്കിയിരുന്നു, ആരും ഒന്നിനും മുന്നോട്ട് വരുന്നില്ല. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകില്ല. ഓരാണ് ഞങ്ങളെ നാട്ടിലേക്ക് കയറി വന്നവര്, ഓരാണ് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടത്. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകില്ല. ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ 13കാരൻ കിണറിലെ വെള്ളം കുടിച്ചതിനെ തുടർന്ന് ദേഹാസ്വസ്ഥം ഉണ്ടാവുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആരംഭിച്ച കരുണ പിന്നീട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറുകയായിരുന്നു. ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സ നടത്തുന്നതിന് മതിയായ സംവിധാനമോ പ്രദേശവാസികൾക്കുള്ള സുരക്ഷയോ ഒരുക്കാതെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. ഡയാലിസിസ് തുടങ്ങിയതോടെയാണ് ആശുപത്രിയിലെ മാലിന്യം സമീപത്തെ വീടുകളിലെ കിണറുകളിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയത്. നിരവധി തവണ പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വെള്ളത്തിന്റെ പരിശോധന നടത്തിയതിൽ കെമിക്കൽ അംശം വരെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ വെള്ളത്തിന്റെ നിറവും മാറി മരുന്നിന്റെ മണവുമുണ്ട്. വെള്ളത്തിന്റെ അവസ്ഥ കൊണ്ട് കുടുംബക്കാർ പോലും വിരുന്നു വരാൻ മടിക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കളിക്കാൻ പോയോടത്തുനിന്ന് കിണറ്റിലെ വെള്ളം കുടിച്ചുകൊണ്ട് ഛർദി അപ്പം തന്നെ ഛർദിച്ച്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ചോദിച്ചത് കിണറ്റിൽ വെള്ളം കുടിച്ചിനാന്ന് ചോദിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ഡോക്ടർക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം അറിഞ്ഞിട്ട് ചോദിക്കാന്നൊക്കെ. പക്ഷേ മിംസിലെ ഡോക്ടർമാരൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഇവിടുത്തെ വെള്ളത്തിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതാ ചോദിച്ചത്, വെള്ളം കുടിച്ചുകൊണ്ടാണ് കുട്ടിക്ക് ഛർദിയും തലക്കറക്കം നിൽക്കാതെ ഛർദിക്കുക. 1, 2, 3 വട്ടമൊന്നുമല്ല, ഒരുപാട് വട്ടം ഛർദിച്ചു. അതേസമയം ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടെത്തിയിട്ടും അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആശുപത്രിക്കെതിരെ നിരന്തര പോരാട്ടത്തിലാണ് ജനകീയ സമരസമിതി. നിരവധി തവണ സമരം നടത്തിയിട്ടും നീതി ഇപ്പോഴും കയ്യെത്താ ദൂരത്താണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും ന്യായമായ നടപടിയുണ്ടാകുന്നില്ലെന്ന് ജനകീയ സമരസമിതി ചെയർമാൻ സാലിഹ് തങ്ങൾ, ജോയിന്റ് കൺവീനർ മുഹമ്മദ് റഫീഖ് എന്നിവർ പറഞ്ഞു. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ട ആളുകൾ പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാതെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലേക്ക് അവർ റിപ്പോർട്ട് എഴുതിയും അനുകമ്പ കാണിച്ചും നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഈ മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ പടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ആശുപത്രിയുടെ നിയമലംഘനങ്ങൾക്കെതിരെ അതാത് വകുപ്പുകൾ തക്കതായ നടപടി സ്വീകരിച്ച് ഈ ഒരു പൊതുവിപത്തിനെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ, തിരൂരങ്ങാടി.